ഓരോ സെമസ്റ്റർ പരീക്ഷയ്ക്കും കോൾ ഫോർ ചെയ്യുമ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ട്, 2019 അഡ്മിഷന് മുമ്പുള്ള വിദ്യാർത്ഥികൾക്കുള്ള അവസരങ്ങൾ ഇനി ഉണ്ടാകുമോ എന്ന്. ഇക്കഴിഞ്ഞ ഓഡ് സെമസ്റ്റർ പരീക്ഷകളുടെ എക്സാം നോട്ടിഫിക്കേഷൻ ഇറങ്ങിയപ്പോൾ പലരും നോക്കിയിട്ടുള്ളൊരു കാര്യമായിരുന്നു, ആർക്കൊക്കെ ഈ പറയുന്ന സെമസ്റ്റർ എക്സാമിനേഷൻ എഴുതാൻ സാധിക്കുമെന്ന്. എല്ലാ സെമസ്റ്റർ പരീക്ഷകളുടെയും നോട്ടിഫിക്കേഷൻ ഇറങ്ങുമ്പോൾ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു കാര്യം 2019 അഡ്മിഷൻ ഓൺവേർഡ്സ് എന്നാണ് കാണിക്കുന്നത്. അതിനു മുമ്പ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ എന്ന് വരുമെന്ന് പല ആവർത്തി പല വീഡിയോസിനെയും കമൻറ്റ് ബോക്സിൽ പല വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് മെമ്മോറാൻഡം അഥവാ നിവേദനം മെയിൽ വഴിയോ നേരിട്ടോ അയക്കുന്നതും കണ്ട് സംസാരിക്കുന്നതും നല്ലതാണ്. അങ്ങനെയെങ്കിൽ യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷനും സ്പെഷ്യൽ എക്സാമിനേഷനും കുറച്ചും കൂടി സ്പീഡപ്പ് ആക്കാറുണ്ട്. എല്ലാ സെമസ്റ്റർ പരീക്ഷകളുടെയും വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷനും സ്പെഷ്യൽ എക്സാമിനേഷനും നടത്തും. പക്ഷേ അതിന് കുറച്ചധികം സമയമെടുക്കുന്നുണ്ടാവും. 4 വർഷ ഡിഗ്രി പ്രോഗ്രാം, 3 വർഷ ഡിഗ്രി പ്രോഗ്രാം, ദെൻ ഈ പറഞ്ഞ പരീക്ഷകളും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ഒരു സോളിഡാരിറ്റി ഫോം ചെയ്യുകയും കാര്യങ്ങൾ വ്യക്തതയോടുകൂടി യൂണിവേഴ്സിറ്റിയെ അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ പരീക്ഷകൾ എഴുതാൻ സാധിക്കുകയും നിങ്ങളുടെ ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കും. ഓരോ സെമസ്റ്റർ പരീക്ഷകളും കോൾ ഫോർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇയർ കാണാതെ വരുമ്പോൾ പല വിദ്യാർത്ഥികളും പറയാറുണ്ട്, ഞങ്ങളുടെ ഡിഗ്രി ജീവിതം അവസാനിച്ചു, കട്ടപ്പുകയായി, തൊലഞ്ഞുപോയി എന്നൊക്കെ. അങ്ങനെ നെഗറ്റീവ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് സമയം കൂടുതലെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് എത്രത്തോളം ഉപകാരപ്രദമായിരിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ വേണ്ട കാര്യങ്ങളിലേക്ക് ഈ വാർത്തകൾ എത്തിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും സമയബന്ധിതമായിട്ടാണെങ്കിലും നിങ്ങളുടെ പരീക്ഷകൾ കഴിയും, നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും. ഇനി പരീക്ഷകൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് പലരും ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് വേറെ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ചെയ്യുന്നവരുണ്ടാവും. നിങ്ങൾ കഷ്ടപ്പെട്ട് ഓൾറെഡി 3 വർഷം സ്പെൻഡ് ചെയ്തതാണ്, ഇനി വീണ്ടും വേറെ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് പഠിക്കുകയാണെങ്കിൽ അവിടെയും നമ്മൾ എന്ത് ചെയ്യണം, ഈ 3 വർഷ ഡിഗ്രി കോഴ്സിന് വേണ്ടി കാത്തിരിക്കണം. പിന്നെ ഇപ്പോൾ ABC IDക്ക് വന്നിരിക്കുകയാണ്, ആബാർ IDക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ സശ്രദ്ധയോടുകൂടി കേൾക്കുകയും കാണുകയും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ളൊരു നല്ലൊരു ഔട്ട്പുട്ട്, ഒരു ഫീഡ്ബാക്ക് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന പുതിയ അപ്ഡേറ്റുകൾ കിട്ടുന്നവർക്ക് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.